ഭരണഘടന ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണിത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഭരണഘടനാ വിദഗ്ധനും മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലുമായ PDT ആചാരി നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തോട് നിരവധി കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. വെൽക്കം സാർ, വെൽക്കം ടു ജനം ടി. താങ്ക് യു. പ്രധാനമായും ഈ ഭരണഘടന വൈദഗ്ധ്യമുള്ളൊരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ ഇന്ന് ഭരണഘടന ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ഭരണഘടനയാണ് ആത്യന്തികമായ ഭാരതത്തിൻ്റെ അടിസ്ഥാന നയരേഖ, അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമുണ്ട്, അതിൻ്റെ സാമ്പത്തിക വശങ്ങളുണ്ട്, വിശദാംശങ്ങൾ ഏറെ ചർച്ച ചെയ്യുന്നൊരു സമഗ്ര രേഖയാണ് ഭരണഘടന. ഇന്ന് ഭരണഘടനയുടെ ആ വിഭാവനം ചെയ്യുന്ന ആശയങ്ങളുടെ പ്രസക്തി വളരെ ചുരുക്കിയ വാക്കിലൊന്ന് പറയാം. ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്ന് സെക്യുലർ ഡെമോക്രസി. ഇന്ത്യ സെക്യുലർ ഡെമോക്രസിയായിട്ട് നിലനിൽക്കണം. അത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗമാണ്. പിന്നീട് ഇക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇവയെല്ലാം ഭരണഘടനയുടെ വളരെ അടിസ്ഥാനപരമായ തത്വങ്ങളാണ്. നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ നോക്കിയാൽ അത് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഭരണഘടനയ്ക്ക് അടിസ്ഥാനമായ ഘടകങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്: ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി, സോഷ്യൽ ജസ്റ്റിസ്. ഇക്കണോമിക് ജസ്റ്റിസ് ഓഫ് കോഴ്സ് അതിൻ്റെ ഭാഗമാണ്. പക്ഷേ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ജസ്റ്റിസിന് വളരെയധികം റെലവൻസ് ഉള്ള, വളരെയധികം അർത്ഥമുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. കാരണം ഇക്വാലിറ്റി ഇല്ലാത്ത ഒരു സമൂഹമാണ്. അപ്പോൾ ആ ഇക്വാലിറ്റി ഇല്ലാത്ത ഒരു സമൂഹത്തിൽ സോഷ്യൽ ഇക്വാലിറ്റി അതാണ് പ്രധാനം. സോഷ്യൽ ഇക്വാലിറ്റി ഇല്ലാത്ത ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും ഇക്വാലിറ്റി എന്ന് പറയുന്നത്, ആ ആദർശം അത് നടപ്പിലാക്കേണ്ട ആവശ്യമുണ്ട് സമൂഹത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ. തീർച്ചയായും ഈ ഭരണഘടനയെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്, ഭരണഘടനാ ബെഞ്ചുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നിർണായകമായ വ്യാഖ്യാനങ്ങൾ പലതും വരുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട് ബില്ലുകൾക്ക് അസൻറ്റ് നൽകുന്നതിന് ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയം നിശ്ചയിക്കുക, അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം വന്ന് ഒരു റഫറൻഡം രാഷ്ട്രപതിയോട് വരുന്നു. അതിന് കൃത്യമായൊരു മറുപടി സുപ്രീം കോടതി നൽകുകയും ചെയ്യുന്നു. ആ മറുപടി നൽകിയതിൻ്റെ ഒരു ആശയം എന്താണ്? ഈ നമ്മൾ ഗവർണറുടെ അധികാരങ്ങളെ സംബന്ധിച്ച് ഉള്ള പ്രശ്നങ്ങളിൽ സുപ്രീം കോടതി അനേകം പ്രാവശ്യം അവരുടെ വിധിന്യായങ്ങളിലൂടെ വളരെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിൽ ഗവർണർക്ക് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ 154 അനുച്ഛേദം നോക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി സ്റ്റേറ്റ് ഷാൽ വെസ്റ്റ് ഇൻ ദ ഗവർണർ എന്നാണ്. അപ്പോൾ അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഗവർണറിലാണ് അധികാരം നിക്ഷിപ്തമായിരിക്കുന്നതെന്ന് നമുക്ക് തോന്നാം പ്രത്യക്ഷത്തിൽ. പക്ഷെ അങ്ങനെയല്ല. അത് എൻഡ് ചെയ്യുന്നത്, ആ ഒരു ആർട്ടിക്കിൾ അവസാനിക്കുന്നത് വിച്ച് ഹീ ഷാൽ എക്സസൈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിന് ഈ അധികാരങ്ങൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അതിനുവേണ്ടി നമ്മൾ ആർട്ടിക്കിൾ 163 പോകണം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ എക്സിക്യൂട്ടീവ് പവർ, അതായത് ഒരു ഗവർണറുടെ പ്രവർത്തനങ്ങളിൽ ഗവർണർ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതായത് എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അനേകം ഷംഷേർ സിംഗിൻ്റെ ജഡ്ജ്മെൻറ്റ് മുതൽ നബാം റേബിയയുടെ ജഡ്ജ്മെൻറ്റ് വരെയുള്ള അനേകം വിധിന്യായങ്ങളിൽ സുപ്രീം കോടതി ഇത് വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു ഭരണഘടന, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഡിബേറ്റ് നടക്കുമ്പോഴും ഈ ഗവർണറെക്കുറിച്ചുള്ള ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെല്ലാം തന്നെ, അപ്പോൾ അംബേദ്കർ അതിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതാണ്: ഗവർണർ ഹാസ് നോ ഫങ്ഷൻ വിച്ച് ഹി ക്യാൻ പെർഫോം ഇൻഡിപെൻഡൻ്റ്ലി. ചന്ദ്രചൂഡിൻ്റെ ഡിസിഷൻ വന്നത് പഞ്ചാബിലെ ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന കേസിൽ സുപ്രീം കോടതി, ചന്ദ്രചൂഡിൻ്റെ ബെഞ്ചായിരുന്നു, അവരതിൽ പറഞ്ഞത് ഈ വിത്ത്ഹോൾഡ് എന്ന് പറഞ്ഞാൽ പെർമനൻ്റായിട്ട് ഇതിന് അനുമതി നിഷേധിക്കുന്നതല്ല. സുപ്രീം കോടതിയുടെ അഡ്വൈസറി ഒപ്പീനിയൻ വന്നിരിക്കുന്നത്. അഡ്വൈസറി ഒപ്പീനിയൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ലീഗലി എൻഫോഴ്സിബിൾ അല്ല, അതൊരു ഒപ്പീനിയൻ എന്നുള്ളതാണ്.
ഉള്ളതേ ഉള്ളൂ. ഒരു ജുഡീഷ്യൽ ഡിസിഷൻ അല്ലത്, ഇറ്റ്സ് എൻ ഒപ്പീനിയൻ. അപ്പോൾ അതുകൊണ്ട് അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതൊരു നിയമമായിട്ടെടുത്ത് നമുക്കത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താണ് പൊസിഷൻ? പിന്നെ പാർദിവാല പറഞ്ഞ ആ ഡിസിഷനാണ് യഥാർത്ഥത്തിൽ വാലിഡായിട്ടുള്ള കോടതിയുടെ ഡിസിഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഏത് ഡിസിഷനും അത് നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് നിയമ പ്രാബല്യം ഉള്ളത്. അതായത് ടൈം ലൈൻ നിശ്ചയിക്കുന്നത് ഗവർണർക്ക് പ്രസിഡൻറ്റിന് 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുത്തിരിക്കണം. എന്നിട്ട് അഡ്വേഴ്സായിട്ട് തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് സഭയെ അറിയിച്ചിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് വാസ്തവം പറഞ്ഞാൽ നിയമം, അല്ലാതെ ഈ അഡ്വൈസറി ഒപ്പീനിയൻ അല്ല. പക്ഷേ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ അഡ്വൈസറി ഒപ്പീനിയൻ പറയുന്നത് ഈ ബില്ലിന് അസൻറ്റ് നൽകുന്നത് വൈകുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യാനാവില്ല. പക്ഷേ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഇനോർഡിനേറ്റ് ഡിലേ ആണെങ്കിൽ അത് കോടതിയെ സമീപിക്കാമെന്നുള്ളൊരു രീതിയായിരുന്നല്ലോ. അതെ, അത് പക്ഷേ ആരാണ് തീരുമാനിക്കുന്നത് ഇന്നോർഡിനേറ്റ് ഡിലേ ഉണ്ടെന്നുള്ളത്? ഇല്ലയെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ അവിടുത്തെ പരിപാടി. അപ്പോൾ അത് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു 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 മറുപടി അല്ലത്. ഇനി അടുത്തൊരു വിഷയം കേരളം വളരെയധികം ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്. ശബരിമലയിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അതിനൊന്നും ഞാൻ കമൻ്റ് അല്ല ചോദിക്കുന്നത് സാറിനോട്. അതിൻ്റെ ഭരണഘടനാപരമായൊരു വിഷയമുണ്ട്. അത് ശബരിമല പോലുള്ള ക്ഷേത്രങ്ങൾ ഒരു കവനൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് വന്നതാണ്. ഈ കവനൻറ്റ് നിലനിൽക്കുന്നതിനാൽ ഭരണഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പല ചർച്ചകളും വരുന്നുണ്ട്. ഈ ശബരിമല വിഷയത്തിൽ നിലവിലെ ശബരിമല വിഷയം മാത്രമായി എടുത്താൽ ശബരിമല ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമോ? ഈ ശബരിമല എന്ന് പറയുന്നത് ഒരു ക്ഷേത്രം. നമ്മുടെ ഭരണഘടന അനുസരിച്ച് 2 കൺസെപ്റ്റുകളുണ്ട്. ഒന്ന് ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അമ്പലങ്ങളെല്ലാം അതിൽപ്പെടുന്നതാണ്, ക്ഷേത്രങ്ങളെല്ലാം അതിൽപ്പെടും. 2 പിൽഗ്രിം സെൻറ്റേഴ്സ്. ശബരിമല എന്ന് പറയുന്നത് പിൽഗ്രിം സെൻറ്റർ ആണോ ക്ഷേത്രമാണോ എന്നുള്ളൊരു കാര്യം തീരുമാനിക്കണം. അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു സംഗതി. ക്ഷേത്രമാണെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റിലാണത് വരുന്നത്. കൺകറൻറ്റ് ലിസ്റ്റ് വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും നിയമം നിർമ്മിക്കാം ഒരുപോലെ. കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്നൊരു സബ്ജക്റ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാനത്തിൻ്റെ നിയമത്തിനെ മറികടന്ന് മറ്റൊരു നിയമം ഉണ്ടാക്കാം. പാർലമെൻറ്റിന് അധികാരമുണ്ട്. അങ്ങനൊരു സംഗതിയുണ്ട്. അതായത് നിയമം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് 61 എനിക്ക് തോന്നുന്നത്. അതായത് പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കാവുന്ന എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് ഓർഡർ ഇഷ്യൂ ചെയ്യാം. നിയമമില്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രത്യേക അവസ്ഥ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യം, ഒരു പ്രത്യേക കാര്യം വന്ന് അതിൽ നിയമമില്ല, പാർലമെൻറ്റ് ഉണ്ടാക്കിയ നിയമമില്ല, അപ്പോൾ അതിൽ ഇമ്മീഡിയറ്റ് ഡിസിഷൻ ആവശ്യമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ആ കാര്യത്തിൽ എക്സിക്യൂട്ടീവ് ഡിസിഷൻ എടുക്കാൻ അധികാരമുണ്ട്. അത് ഭരണഘടന അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിയമം ഉണ്ടോയെന്ന് വെച്ചോ, സംസ്ഥാനത്തിന് നിയമമുണ്ട് എങ്കിൽ കേന്ദ്രത്തിന് ആ നിയമം ഈവൻ റിപ്പീൽ ചെയ്തിട്ട് പുതിയ നിയമം ഉണ്ടാക്കാം. ഇങ്ങനെ ധാരാളം അധികാരങ്ങൾ കേന്ദ്രത്തിന് കൊടുക്കുന്ന ഒരു ഒരു സ്കീമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്ന സംഗതിയിൽ പറയുന്നത്. അല്ലേ? അതായത് ഈ സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ലെജിസ്ലേറ്റീവ് റിലേഷൻസിൽ വരുന്ന കാര്യമാണ്. കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്ന എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റിനും തീരുമാനങ്ങൾ എടുക്കാനും നിയമം ഉണ്ടാക്കാനും അധികാരങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിനനുകൂലമായിട്ട് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അതിനെതിരായിട്ട് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല, അസാധുവായി. അപ്പോൾ ഈ ശബരിമലയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ അങ്ങനൊരു വ്യക്തമായ അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം അത് കോടതി പോകാത്തൊരു വിഷയമാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇത് കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ആണെങ്കിൽ അത് പിൽഗ്രിം സെൻ്ററായിട്ട് ഇതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ എനിക്കറിഞ്ഞുകൂടാ. പിൽഗ്രിം ആണെങ്കിൽ അത് സ്റ്റേറ്റിൻ്റെ മാത്രം അധികാരത്തിൽപ്പെടുന്ന കേന്ദ്രത്തിന് അതിന് കാര്യമില്ല. അതേസമയത്തൊരു
ക്ഷേത്രമാണെങ്കിൽ, ക്ഷേത്രമായിട്ട് നിലനിൽക്കുന്നുവെങ്കിൽ കേന്ദ്രത്തിന് അധികാരങ്ങളുണ്ട്. അതാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ തിരുപ്പതി മോഡൽ ഒരു ഗവേണിംഗ് ബോഡി അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമല്ലോ. ഇപ്പം തന്നെ വൈഷ്ണോദേവി ഷ്രൈൻ, അവിടെയും ഇതുപോലുള്ള ബോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതെല്ലാം ക്ഷേത്രങ്ങളായിട്ടാണ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പൊതുവായിട്ട് ഇപ്പം നമ്മുടെ ഈ കൺകറൻറ്റ് നമ്മുടെ ഈ ലെജിസ്ലേറ്റീവ് ലിസ്റ്റ് ഉണ്ടല്ലോ, സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഈ 3 ലിസ്റ്റുകളിൽ ക്ഷേത്രങ്ങൾ എല്ലാം ഉൾപ്പെടുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. അതേസമയത്ത് പിൽഗ്രിം സെൻറ്റർ എന്ന് പറയുന്നത് രാജ്യത്തിനകത്തുള്ള പിൽഗ്രിം സെൻറ്റേഴ്സൊക്കെ അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണത് വരുന്നത്. ഇപ്പോൾ ശബരിമലയിൽ നടക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങളെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ദേവസ്വം ബോർഡിൻ്റെ പരിമിതി, ദേവസ്വം ബോർഡിന് പല അമിതാധികാരങ്ങളുടെ നിയന്ത്രണം ഉള്ളതുകൊണ്ട് പല പരിമിതികളും അവിടെ ഭരണത്തിൽ വരുന്നു. അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനെ കൃത്യമായി ഒന്ന് കടന്നു പോകാൻ ഈ പുതിയ നിയമനിർമ്മാണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേന്ദ്രത്തിൻ്റെ ഒരു നിയമനിർമ്മാണം കൊണ്ട് സാധ്യമാകുമോ? അത് വാസം പറഞ്ഞൊരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ളൊരു ചോദ്യമാണിത്. ഈ ശബരിമലയുടെ പ്രശ്നങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്താണ്, ഇതൊരു മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമാണ്. മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ അതൊരു സംസ്ഥാനത്തിന് അത് ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം, അത് ഫലപ്രദമായിട്ട് കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനം പര്യാപ്തമല്ലെങ്കിൽ അതിനെ പര്യാപ്തമാക്കുക എന്നുള്ളതൊരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണത്. അപ്പോൾ അവിടെ പാളിച്ചകൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് സീരിയസ്ലി. അതാണ് അതിനകത്ത് എനിക്ക് തോന്നുന്നത്, അത് പരിഹരിക്കാനുള്ള ഒരു കാര്യം അതാണ്. പിന്നെ ശബരിമല പോലുള്ള ഒരു വളരെ ട്രഡീഷണലായിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങളുടെ അടരുകൾ കൂടിച്ചേർന്ന് അങ്ങനെ സങ്കീർണമായ ഒരു സാഹചര്യം ഉള്ള ഒരു ക്ഷേത്രമാണത്. അല്ല, സാധാരണഗതിയിലുള്ള ക്ഷേത്രങ്ങൾ മാതിരി അല്ലല്ലോ. അതിനൊരു ട്രൈബൽ ഡയമെൻഷനുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുമുള്ള ഒരു ക്ഷേത്രമാണത്. അപ്പോൾ അവിടെ ഈ ചടങ്ങുകൾ, ആചാരങ്ങളെന്നൊക്കെ പറയുന്നത് അതിനൊക്കെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ കേന്ദ്രം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന് ഭയങ്കര പവറും അധികാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സംവിധാനമാണ് കേന്ദ്രം എന്ന് പറയുന്നത്. പക്ഷേ അതായത് കേന്ദ്രത്തിൻ്റെ ഒരു ഫ്രെയിം വർക്കിൽ ഈ ശബരിമല മാതിരിയുള്ള വളരെ യുണീക്കായ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നമാണിത് വാസം പറഞ്ഞത്. ഇത് വൈഷ്ണോദേവി പദ്ധതിയൊന്നും അല്ല. ആൻ്റണി രാജുവിനെതിരെ ഒരു വിധിയുണ്ടായി. ആൻ്റണി രാജു എന്ന് പറയുന്ന MLA-ക്കെതിരെ ഒരു വിധിയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പഴയൊരു കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകനായിരുന്നപ്പോൾ ചെയ്തിരുന്ന ഒരു തൊണ്ടി മുതൽ മോഷ്ടിച്ച കേസുമായി അദ്ദേഹത്തെ അയോഗ്യനാക്കിയ കൃത്യമായ തീരുമാനം അതിലുണ്ടായി. അതേസമയം മറ്റൊരു MLA, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല, ആ മറ്റൊരു MLA-യുടെ വിഷയത്തിൽ അദ്ദേഹം ഗുരുതരമായ കുറ്റകൃത്യത്തിൽ, ബലാത്സംഗ കുറ്റകൃത്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ നേരെ കേസുകളുള്ളത്. അദ്ദേഹത്തിന് പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി വഴി അത് പരിശോധിക്കാനുള്ളൊരു തീരുമാനം, ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാനുള്ളൊരു നീക്കം നടന്നിരിക്കുകയാണ്. ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വം സംബന്ധിച്ച പരിശോധന നടക്കുക? അദ്ദേഹത്തെ പുറത്താക്കണോ വേണ്ടയോ എന്നത് തീരുമാനിക്കുക എങ്ങനെയാണ്? അതായത് ഈ അസംബ്ലി അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ കമ്മിറ്റികളുണ്ട്. ഒരു കമ്മിറ്റി ഇതുപോലെ ഉള്ളൊരു പ്രിവിലേജസ് എത്തിക്സ്, പാർലമെൻറ്റിലാണെങ്കിൽ രണ്ട് കമ്മിറ്റികളാണ് മാനേജ് ചെയ്യുന്നത്. ഇവിടെ ഇത് രണ്ടും ഒരുമിച്ചാണ്. ഇവരുടെ ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ അനാശാസ്യകരമായ പ്രവർത്തനങ്ങളിൽ MLA-മാർ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ പരിശോധിച്ച് അവർക്ക് എന്ത് ശിക്ഷയാണ്, അവർ കുറ്റക്കാരാണെന്ന് കണ്ടാൽ എന്ത് ശിക്ഷയാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിച്ച് അതിനെക്കുറിച്ച് ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ ചുമതല. അല്ല, അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല, ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞ് റെക്കമെൻഡേഷൻ കൊടുക്കുക. സഭയാണ് തീരുമാനിക്കേണ്ടത്. സഭയാണൊരു അംഗത്തിനെ ശിക്ഷിക്കേണ്ടത്, സഭയ്ക്കാണ് അതിന് അധികാരം. അപ്പോൾ ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ ഈ ആളിൻ്റെ കേസിൽ ആദ്യം പറഞ്ഞത് ആൻ്റണി രാജുവിൻ്റെ കേസ് അത് ശിക്ഷിക്കപ്പെട്ടതാണ്. അത് നിയമം കൈകാര്യം ചെയ്യേണ്ട തീരുമാനമുണ്ടായി. നിയമം അനുസരിച്ച് അങ്ങനെയാണ് അയാളെ യോഗ്യനായി. പിന്നെ അതിനുശേഷം അയാൾ അപ്പീലിന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരും. അങ്ങനെയൊക്കെയാണത് പോകുന്നത്. ഇതല്ല, ഇത് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, കേസ് ചാർജ് ചെയ്തിട്ട് പോലുമില്ല, ചാർജ് ഷീറ്റൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റേജ് നിൽക്കുകയാണ്, അന്വേഷണത്തിൻ്റെ ഒരു സ്റ്റേജ് നിൽക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ
രണ്ട് അഭിപ്രായങ്ങൾ അതിൽ വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, നമ്മുടെ ഒരു സംവിധാനം, നിയമ സംവിധാനം അനുസരിച്ച് ഒരാൾ കുറ്റക്കാരനാവുന്നത് ശിക്ഷിക്കുമ്പോഴാണ്. കോടതി അയാളെ കുറ്റക്കാരനാണെന്ന് വിധിക്കുമ്പോഴാണ് കുറ്റക്കാരനാവുന്നത്. അതിനു മുമ്പ് സപ്പോസ് ടു ബി ഇന്നസെൻറ്റ്, പ്രസ്യൂംഡ് ഇന്നസെൻസ് എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരാളിനെ എങ്ങനെ അസംബ്ലി ശിക്ഷിക്കുന്നത്? അതായത് ഒരു പ്രസ്യൂംഡ് ഇന്നസെൻസ് ഉള്ള ഒരാളിനെ ശിക്ഷിക്കാൻ അസംബ്ലി എങ്ങനെയാണ് പറ്റുക? അത് നടക്കുകയില്ല. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ, ഈ കോടതി ഒരാളിൻ്റെ കുറ്റകൃത്യം പരിശോധിക്കുന്ന മാതിരിയല്ല അസംബ്ലി ഒരാളിൻ്റെ ഈ അനാശാസ്യപരമായ പ്രവർത്തനത്തിനെ പരിശോധിക്കുന്നത്. അവർ നോക്കുമ്പോൾ ഒരു സഭയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാളിനെ അയാൾ കോടതി ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നമ്മൾ സ്വതന്ത്രമായി തീരുമാനിക്കേണ്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ അനാശാസ്യപരമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്ന് അസംബ്ലിക്ക് ബോധ്യമായാൽ ആളിനെതിരായിട്ട് നടപടിയെടുക്കാം. അങ്ങനെയാണത്. അത് കോടതി ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. കാരണം കോടതി എവിഡൻസ് കൊണ്ട് മാത്രം അതിൻ്റെ തലനാരി കീറി പരിശോധിച്ചാണ്. ഇപ്പോൾ കുറ്റക്കാരനെ പോലും വെറുതെ വിടുന്നില്ലേ, സംശയത്തിൻ്റെ ബെനിഫിറ്റ് കൊടുത്ത്. അതുകൊണ്ട് അയാൾ കുറ്റക്കാരൻ അല്ലാതായിത്തീരുന്നില്ല. പക്ഷേ കോടതിയുടെ തീരുമാനത്തിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ അതാണ്, കുറ്റം തെളിയിക്കാനായില്ല എന്നുള്ളതാണ്. ഇവിടെ അതല്ല. അസംബ്ലി സഭ തീരുമാനിക്കുന്ന മറ്റൊരു ലെവലിലാണ് തീരുമാനിക്കുന്നത്, മറ്റൊരു തലത്തിലാണ് അത് നിൽക്കുന്നത്. അതായത് ഈ ആൾ നമ്മുടെ സഭയ്ക്ക് സൽപ്പേരിന് കളങ്കം വരുത്തിയിരിക്കുന്നു. ഇപ്പോൾ സഭയ്ക്ക് തീരുമാനിക്കാവുന്നൊരു കാര്യമാണത്. അതിന് കോടതിയുടെ പുറകെ പോകേണ്ട കാര്യമില്ല. ഓക്കെ, പക്ഷേ ഈ കാര്യത്തിൽ പ്രധാനമായും പറയുന്നത്, ഈ കാര്യത്തിൽ വിക്ടിംസായ ആ വനിതകളുടെയൊക്കെ ശബ്ദ ചാറ്റുകളൊക്കെ പുറത്തു വന്നൊരു സാഹചര്യമുണ്ട്. സമൂഹത്തിൽ അറിയാം ഇദ്ദേഹം എന്തൊക്കെയോ ശരിയല്ലാത്ത പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമൂഹത്തിൽ അങ്ങനെ നിലനിൽക്കുന്നെങ്കിൽ, ഒരു കാര്യം നിലനിൽക്കുന്നുവെങ്കിൽ, സമൂഹത്തിന് പൊതുവായി അങ്ങനൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് അസംബ്ലിയാണ്. കാരണം ആ സമൂഹത്തിനോടുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ അസംബ്ലിക്കാണ്, അല്ല കോടതിക്കല്ല. കോടതിക്ക് സമൂഹത്തിനോടൊന്നും അങ്ങനെ ബാധ്യതകളൊന്നുമില്ല. കോടതിക്ക് നിയമവും കോൺസ്റ്റിറ്റ്യൂഷനും മാത്രം നോക്കിയാൽ മതി. ഇതല്ല. ഇത് വേറൊരു തലത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണല്ലോ നമ്മുടെ സഭയെന്ന് പറയുന്നത്. സഭയ്ക്ക് ഇതൊക്കെ കണക്കിലെടുത്തേ പറ്റുള്ളൂ. അതാണ്. അപ്പോൾ അതിന് സഭയ്ക്ക് എടുക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. തുടർച്ചയായി പലതവണ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അതായത് ഈ പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം നടത്തുക. അപ്പോൾ ദക്ഷിണ ഭാരതത്തിലുള്ളവർക്ക് പാർലമെൻറ്റ് അംഗങ്ങളുടെ സാന്നിധ്യം കുറയുന്ന അത്തരത്തിലുള്ള ചില വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതേക്കുറിച്ച് താങ്കൾക്ക് ഏകദേശം ഒരു ഐഡിയ, അതായത് ജനങ്ങളോട് പറയാവുന്ന, ഒരു ഭരണഘടനാ വിദഗ്ധൻ്റെ ഒരു നിരീക്ഷണത്തിൽ ജനങ്ങളോട് പറയാവുന്നത് എന്താണ്? അതായത് ബേസിക്കായ ഒരു സംഗതി ആർട്ടിക്കിൾ 81 പറയുന്നത്, നമ്മുടെ ഈ ലോക്സഭയിലെ അംഗസംഖ്യ എന്ന് പറയുന്നത്, ഇപ്പോൾ ഓരോ സംസ്ഥാനത്തിനും ഇത്ര സീറ്റുകളൊന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിന് 20 സീറ്റാണ്. അപ്പോൾ അത് കൊടുത്തിരിക്കുന്നത് ഈ അതായത് ജനസംഖ്യ അനുപാതം അനുസരിച്ചാണ്. അപ്പോൾ 1971 ലോക്സഭയുടെ അംഗസംഖ്യ കൂട്ടിയ അതേ ലെവലിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. 54-55 വർഷം കഴിഞ്ഞിട്ടും നിൽക്കുകയാണ്. കാരണം അത് മരവിപ്പിച്ച് വെച്ചിരിക്കുക അവിടെ. അന്ന് 10 ലക്ഷം ആളുകളാണ് ഒരു നിയോജക മണ്ഡലത്തിൽ, ഒരു MP യുടെ നിയോജക മണ്ഡലത്തിൽ ഉള്ളത്. അത് എല്ലായിടത്തും ഒരുപോലെയായിരുന്നു. അതായത് 1 വോട്ട് 1 വാല്യൂ, ഇതാണ് അതിൻ്റെ ബേസിസ്. അങ്ങനെയാണ് 52 മുതൽ ഇങ്ങോട്ടെ നമ്മൾ ചെയ്തിട്ടുള്ളത്, 71 വരെ. അപ്പോൾ 10 ലക്ഷം ആളുകൾക്ക് ഒരു MP എന്നുള്ള രീതിയിൽ. അത് കേരളത്തിലും അത് തന്നെയായിരുന്നു, UP യിലും അത് തന്നെ, എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയായിരുന്നു. അതിനുശേഷം ഈ വടക്കൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ, ഹിന്ദി ബെൽറ്റ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന പ്രദേശങ്ങളിൽ, UP, ബീഹാർ, മധ്യപ്രദേശ് എന്നൊക്കെ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ക്രമാതീതമായി പോപ്പുലേഷൻ വർധനയുണ്ടായി. അതായത് ഒരു നാഷണൽ പോപ്പുലേഷൻ പോളിസി എന്ന് പറയുമ്പോൾ അതിൽ ജനസംഖ്യ നിയന്ത്രിച്ച് നിർത്തേണ്ട ചില നടപടികളും കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പറഞ്ഞിരുന്നു. ഗവൺമെൻറ് പോളിസിയാണ്, സെൻട്രൽ ഗവൺമെൻറ് പോളിസിയാണ് പോപ്പുലേഷൻ കൺട്രോൾ എന്നുള്ളത്, ഫാമിലി പ്ലാനിങ് എന്ന് ഉള്ളത്. അത്
നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാനങ്ങൾ ആണ് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ. അപ്പോൾ അവരുടെ സംഖ്യ ക്രമാതീതമായിട്ട് ഉയർന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൻ്റെയും ഒരു ടെസ്റ്റ് കേസാണ് കേരളം, യു പി. ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഉള്ളതും ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ്. കുറവ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ജനസംഖ്യ വർധന കുറഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനം. 71 നമ്മൾ ഏകദേശം 2 കോടി ആയിരുന്നു കേരളത്തിൻ്റെ പോപ്പുലേഷൻ. ആ സമയത്ത് യു പിയുടെ പോപ്പുലേഷൻ 8 കോടി. ഇന്ന് യു പിയുടെ പോപ്പുലേഷൻ 24 കോടിയായി. അതായത് 3 ഇരട്ടി വർധന അവിടെ ഉണ്ടായി. നമ്മുടേത് 2 3 ആയി. നമ്മുടെ പോപ്പുലേഷൻ ഏതാണ്ട് 65-68% വർദ്ധിച്ചപ്പോൾ യു പിയുടെ പോപ്പുലേഷൻ 300% വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വർധന ഇത് വല്ലാത്ത ഒരു ഇംബാലൻസ് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ച് ജനസംഖ്യ കൂടുന്നതനുസരിച്ച് ലോക്സഭയുടെ സീറ്റുകൾ റീഅഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ്. റീഅഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ് അതിന് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല കൂട്ടുക എന്നുള്ളതല്ല, റീഅഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് കൂട്ടിയാൽ കൂടണം, കൂടിയാൽ കൂട്ടണം, കുറഞ്ഞാൽ കുറയ്ക്കണം. ഇതാണ് അങ്ങനൊരു സിറ്റുവേഷനാണ് ഇന്ന്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ 26 സെൻസസ് നടക്കുകയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് 27 ഇത് തീരുമാനിച്ചേ പറ്റുള്ളൂ. കാരണം 26 വരെയാണ് ഇത് മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണം വീണ്ടും. അപ്പോഴെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ തെക്കും വടക്കും തമ്മിലൊരു അതിനൊരു ഇക്വിലിബ്രിയമുണ്ട്. ആ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ രാജ്യം ഒന്നാണെങ്കിലും തെക്കും വടക്കും തമ്മിലുള്ളൊരു വ്യത്യാസം, ആ ഒരു ഡിവിഷൻ അത് നിലനിൽക്കുന്നുണ്ട്. ഭരണഘടനാപരമായിട്ടോ അല്ലെങ്കിൽ ഭരണപരമായിട്ടോ അങ്ങോട്ട് വ്യത്യാസമില്ല. പക്ഷേ മറ്റൊരു ലെവലില്ല, അത് നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഇക്വിലിബ്രിയം എങ്ങനെയാണ് നിലനിർത്തേണ്ടതെന്നുള്ളതൊരു ടിക്ലിഷ് പ്രോബ്ലമാണത്. അത് ഗവൺമെൻറ്റാണ് അൾട്ടിമേറ്റ്ലി ഒരു തീരുമാനം എടുക്കുന്നത്. ഗവൺമെൻറ്റാണ്. അവർ സൗത്തിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി കണക്കിലെടുത്തുകൊണ്ട് ഇവിടുത്തെ പ്രത്യേകമായ സാമൂഹ്യ സാംസ്കാരിക സാഹചര്യങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ പശ്ചാത്തലങ്ങളും കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന് വിശ്വസിക്കാം. ഓക്കെ, ഇനി ഒറ്റ ചോദ്യമേ ഉള്ളൂ, വളരെ ലളിതമായി പറഞ്ഞാൽ മതി അതിനെ മറുപടി. അതായത് ഈ അടുത്ത ദിവസമാണ് SC/ST വിഭാഗങ്ങളെ അബ്യൂസ് ചെയ്യുന്നത് കേവലം ആ ജാതിപ്പേര് വിളിക്കുന്നത് മാത്രം ഒരു തെറ്റായി കണക്കാക്കാനാവില്ല എന്ന് സുപ്രീം കോടതിയിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ച് വളരെ ചെറുതായി നമുക്കതിനെക്കുറിച്ചൊരു വ്യക്തത ഒരു ഭരണഘടനാ വിദഗ്ധൻ്റെ ഭാഗത്തു നിന്ന് കിട്ടണം എന്നുള്ളതുകൊണ്ട് ചോദിച്ചതാണ്. അതൊരു കോംപ്ലക്സ് പ്രശ്നമാണത്. അതിന് സിമ്പിളായിട്ടൊരു ആൻസർ പറയുക പ്രയാസമാണ്. കാരണം നൂറ്റാണ്ടുകളായി നിലനിന്ന ഒരു അവഗണന, ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ച എല്ലാ തരത്തിലും അയിത്തവും അങ്ങനെയുള്ള സംഗതികളൊക്കെ അനുഭവിച്ച ഒരു വർഗമാണ്. അപ്പം അതുകൊണ്ട് സമൂഹം ആ വർഗത്തിനെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്, ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അതേസമയത്ത് തന്നെ അപ്പോൾ അതിൻ്റെ ഭാഗമാണ് അവരുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ്, ഡിഗ്നിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതും സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയാണ്. അവർ നമ്മളെ പോലുള്ള മനുഷ്യർ എന്നുള്ളതാണല്ലോ. അപ്പോൾ അവർ ആ സ്ഥലത്തുനിന്ന് ഉയർത്തി ഈ നൂറ്റാണ്ടുകളായി നിലനിന്ന അവരോട് കാണിച്ച ആ ഒരു ഡിസ്ക്രിമിനേഷനും അത്യാചാരങ്ങളും ഒക്കെ അതിന് അവസാനം വരുത്താൻ വേണ്ടി, ഒന്ന് ഭരണഘടനാപരമായിട്ട് അവരുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, 2 അവരുടെ ഒരു ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയാണ്. അതുകൊണ്ടാണ് അതിന് നിയമങ്ങളുണ്ടാക്കിയത്. കാരണം അവരെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണെന്ന് വരുത്തിയത് അതുകൊണ്ടാണ്. കാരണം അവരുടെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്. കാരണം ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അതേ പറ്റൂ. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതാണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഏത് അവരുടെ കാര്യമാണ് നമ്മൾ അവരുടെ കാസ്റ്റ് നെയിം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിഗ്നിറ്റി താണു പോകും, അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഉള്ളത് അതൊരു കോംപ്ലക്സ് ആയ ഒരു ഡിസിഷനാണത്. ഒരു കാര്യമാണ്. വേറെ ഏതെല്ലാം രീതിയിൽ അവരെ ആക്ഷേപിക്കാം, കാസ്റ്റ് നെയിം വേണ്ട,
അപ്പോൾ അപ്പോഴെന്ത് പറ്റും? അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. അത് മാത്രം പോരാ, അതിന് മറ്റ് ചില തലങ്ങളുണ്ട്, അതുകൂടെ കണക്കിലെടുക്കണം. അത് ഓരോ ഇൻഡിവിജ്വൽ കേസിൽ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത്. പക്ഷേ ഓവറോൾ ആ സമൂഹത്തിനെ കൈപിടിച്ചുയർത്താനും അവരെ ഡിഗ്നിറ്റി ഉള്ള മനുഷ്യരായി സമൂഹത്തിൽ ജീവിക്കാനും സമൂഹത്തിൽ അവർക്ക് ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ചുമതലയാണ്, ബാധ്യതയാണ്. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഭരണഘടനയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ അഭിമുഖത്തിലുണ്ടായി എന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. ജനൻ ടിവിയുടെ ഭാഗത്തു നിന്ന് വളരെയധികം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.